സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയാണെങ്കിൽ ആദ്യമായിട്ട് തൻ്റെ കൺമുമ്പിൽ ക്ഷമ മേടത്തെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ആ ഒരു സന്തോഷം തുറന്നു പറഞ്ഞ് സന്തോഷിക്കാനായിട്ട് നേരെ ചെല്ലുന്നത് ഫിദയുടെ അരികിലേക്കാണ് കേട്ടോ. ഈ സമയം രാധിക അവിടെ എത്തുമ്പോഴേക്കും ശ്യാമയും അമൃതയൊക്കെ അവിടെ രാധികയെ കുറിച്ച് തന്നെ സംസാരിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ പുറത്ത് കാറിൽ വെച്ച് കേൾക്കുന്നതും രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും രാധിക കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറാൻ നിൽക്കുന്നതും. അന്നേരം അവിടെ വെച്ച് ശ്യാമിനെ യഥാർത്ഥ രൂപത്തിൽ രാധിക കാണുമോ? പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കണിമംഗലത്തെത്തുന്ന CI മോഹനെയാണ്. അന്നേരം പുറത്ത് പോലീസ് ജീപ്പ് വരുന്നതും ജീപ്പിൽ നിന്ന് CI ഇറങ്ങുന്നതും കാണുന്നതും ഒരു വശം കൽപ്പന പറയണേ, ചെറിയമേ CI വരുന്നുണ്ട്, മിക്കവാറും പ്രിയങ്ക ഒപ്പിച്ച പണിയായിരിക്കും, ഇന്ന് ഈ കണിമംഗലത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും, എന്താണെങ്കിലും നമുക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ അകത്തേക്ക് പോയി പത്മിനിനെയും മുത്തശ്ശിനെയൊക്കെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം പത്മിനിയും ജയഭാരതി അമ്മയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്നേരം CI വന്നിട്ട് പറയണേ, അതെ, ഈ കണിമംഗലം വീടിനെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി തന്നത് പ്രിയങ്കയാണ്. ഇത് വെറും പരാതിയൊന്നുമല്ല, ഗാർഹിക പീഡനമാണ് കുറ്റം. മനസ്സിന് സുഖമില്ലാത്ത പ്രിയങ്ക എന്ന് പറയുന്ന കുട്ടിയെ ഒരു ദയാദർശനമില്ലാതെ നിങ്ങൾ തലങ്ങും വിലങ്ങും തള്ളി. അതിൻ്റെ പാടുകൾ ആ കുട്ടിയുടെ ദേഹത്തുണ്ട്. മെഡിക്കൽ ടെസ്റ്റ് അടക്കം നടത്തിയിട്ട് എല്ലാം സ്ഥിരീകരിച്ചിട്ട് തന്നെയാണ് കേസെടുക്കാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അവൾ അടിച്ചതിൻ്റെ പേരിൽ അവൾ പേര് പരാമർശിച്ചിരിക്കുന്നത് കണിമംഗലത്ത് ജയഭാരതി അമ്മയുടെ പേരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ജയഭാരതിയുടെ കയ്യിലെ വിലങ്ങ് വെച്ച് ജയഭാരതിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ് കേട്ടോ CI. അന്നേരം ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് പത്മിനി. അപ്പോൾ ഈ ഒരു സീനാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്